ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആയില്ല, ഞങ്ങൾക്ക് നൊയമ്പ, അതുകൊണ്ട് ഗോതമ്പ് പുട്ട ഉണ്ടാക്കുന്ന ചെറുപയർ കറി അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പാകത്തിന് ഉപ്പ്. ഇനി നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കണം. വെള്ളമൊന്നും ഒരുപാട് വേണ്ട. ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് കുതിരുമ്പോൾ നല്ല വൃത്തിയായിട്ട് നനയും. ഈ സമയത്തിന് നമുക്ക് ചെറുപയർ അടുപ്പേ വെക്കാം, അതൊന്ന് കുതിരുമ്പോഴത്തേക്കാം. ചെറുപയർ ഞാൻ കുതിർത്തതാണ്. പുട്ടിന് വെള്ളം നല്ലോണം വേണം. ഇനി ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. പയർ വേവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. തേങ്ങ വെറുതെ മുളക് ചേർത്തങ്ങ് അരച്ചാൽ മതി. ഇത്തിരി മുളക് പൊടി മതി. അപ്പം ഞാൻ കൊഴുപ്പ് വരാൻ ഒരിത്തിരി കാരറ്റ് കൂടി ഇടുക. ഇതിനും കൊഴുപ്പ് വരും. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലല്ലോ രാവിലെ, അതുകൊണ്ടാണ്. ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ പയർ വെന്ത് നോക്കാൻ നോക്കാം. തേങ്ങ അരച്ച് ചേർക്കാം. ഒരു കറിവേപ്പില വിട്ട ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് പുട്ടായിട്ട് വെക്കാം. പുട്ടൊക്കെ കുതിർന്ന ഇത്തിരി കൂടെ വെള്ളം വേണം. അതാ ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ല പാകമായിട്ട് നനയും. ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, ഒരു ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കുക്കറിൻ്റെ മേളിലോട്ട് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ മേളിലോട്ട് വെക്കാം. നമ്മുടെ ഗോതമ്പ് പുട്ടും പയറും റെഡിയായി.